സംസ്ഥാനത്തു നിന്നുള്ള ഹജ്ജ് യാത്രികരിൽ മഹാഭൂരിപക്ഷവും കരിപ്പൂരിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. എന്തായാലും ആദ്യ സംഘം ഉടൻ തന്നെ യാത്ര തിരിക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ എയർപോർട്ടിൻ്റെ ആക്ടിംഗ് ഡയറക്ടർ ആണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഒരുപാട് യാത്രക്കാരാണ്, തീർത്ഥാടകരാണുള്ളത്. നമ്മുടെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് പ്രത്യേകിച്ചുള്ളത്? നമ്മൾ നോക്കുന്ന യാത്രക്കാരുടെ കംഫർട്ടാണ്. എല്ലാവരും പ്രായമുള്ള ഹാജിമാരായതുകൊണ്ട് നമ്മൾ അതിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഇവിടെ ഓൾറെഡി കഴിഞ്ഞു. സെക്യൂരിറ്റി ആയാലും ശരി, ബാഗേജ് ഹാൻഡ്ലിംഗ് ആയാലും ശരി, വോളണ്ടിയേഴ്സ് ആയാലും ശരി, എല്ലാവർക്കും നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുമുണ്ട്. CSF അവരെ തന്നെ ക്രമീകരണങ്ങൾ അവരും ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർഡാണ്. ഈ വർഷത്തെ എല്ലാ കൊല്ലം മിക്ക ടീം മെമ്പേഴ്സും കഴിഞ്ഞ 2-3 കൊല്ലം വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ് മിക്ക ടീം മെമ്പേഴ്സുമായിട്ടുള്ളത്. അപ്പം അതിനായിട്ടുള്ള നമ്മൾ 2-3 മീറ്റിംഗ് ഇരുന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ അതിനുള്ള നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോരായ്മകളെല്ലാം ഈ വർഷം നമ്മളത് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഓരോ ദിവസവും 3 വിമാനങ്ങൾ എന്ന രീതിയിലാണല്ലേ? 3 വിമാനങ്ങളാണ്. അത് 59 വിമാനങ്ങളാണ്. അതിനി കൂടാനും സാധ്യതയുണ്ട്. ഇനി 4-5 ഫ്ലൈറ്റും കൂടെ എക്സ്ട്രാ വരാനുണ്ട്. അതിൻ്റെ ക്ലിയറൻസിന് പോയിട്ടുണ്ട്. അത് മിക്കവാറും വരും. അതും രാവിലെയും ഉച്ചയ്ക്കും ഒന്ന് വൈകുന്നേരമായിട്ടാണ് വരുന്നത്. 166 യാത്രക്കാരുള്ള ചെറിയ വിമാനങ്ങൾ. ഒരു വിമാനത്തിൽ 160 പാസഞ്ചേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതന്നെ ഒന്ന് പോയി വരുന്ന ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചെക്കിനൊക്കെ നമ്മൾ ഒരു ദിവസം മുന്നേ തന്നെ ചെക്കിൻ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ മറ്റേ നോർമൽ പാസഞ്ചേഴ്സായിട്ട് ഇവിടെ എല്ലാം തന്നെ ഒരു കഞ്ചഷൻ ഉണ്ടാവാറുണ്ട്, ട്രാഫിക് രാത്രിയും രാവിലെയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മുന്നത്തെ ദിവസം തന്നെ വന്ന് ഇവിടെ ചെക്കിൻ ചെയ്തിട്ട് ലഗേജ് എല്ലാം ഉള്ളിൽ വെച്ചിട്ട് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നു. അപ്പം വരുമ്പം അവർക്ക് നേരിട്ട് ഉള്ളിൽ കയറി പോയാൽ മതി. അവിടെ ക്യൂവിലൊന്നും നിൽക്കേണ്ട ആവശ്യം വരില്ല. പരമാവധി സുഖകരമായിട്ട് തന്നെ അവരുടെയായിട്ടും സേഫ്റ്റിയും എല്ലാം നോക്കിയിട്ട് കംഫർട്ടും ഒക്കെ നോക്കിയിട്ടാണ്. നമ്മളെല്ലാവരും അലേർട്ടിലുമാണ്. മെഡിക്കൽ ടീമും ഉണ്ടാവും ഇവിടെ എന്താവശ്യത്തിനും. എയർപോർട്ടിൻ്റെ സൈഡിൽ നിന്നും എല്ലാവിധ കരുതലുകളും കരുതിയിട്ടുണ്ട്. എന്തായാലും 3 എംബാർക്കേഷൻ പോയിന്റാണ് കേരളത്തിൽ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ 10,000-ലധികം യാത്രക്കാരുള്ളതും കരിപ്പൂരിൽ നിന്നാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.